सायन अടിച്ചപ്പോ गिरनाई इतरे भाषा क्या हिंदी पढ़ना भाषा कौन सा भाषा आपका भाषा क्या भाषा गाँव किधर है तुम्हारा गाँव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा बहन को लिखा है बहन में बांग्लादेशी और तुम्हारे गांव में कहाँ है तुम दो ठोक हाँ हमारे था बांग्लादेशी और बांग्लादेशी दो ठोक आपका बांग्लादेशी हाँ ഞെട്ടണ്ട തുറച്ചു നോക്കണ്ട ആ പാവ. ഇപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പാവപ്പെട്ട സഹോദരനെ, ഒരു മനുഷ്യനെ, അയാൾ കേരളക്കാരനല്ല എന്ന പേരിൽ അയാളെ തച്ചും എറിഞ്ഞും കുത്തിയും അടിച്ചും വളരെ നിഷ്ഠൂരമായി, കാട്ടുമൃഗങ്ങൾ പോലും ഇത്ര ക്രൂരത ചെയ്യില്ല എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല, അങ്ങനെ കൊലപ്പെടുത്തി. എല്ലാവർക്കും ഇപ്പോൾ സമാധാനമായി കാണും അല്ലേ? എടാ നിങ്ങളൊക്കെ എത്ര വലിപ്പമുണ്ടല്ലോടാ, എന്തൊരു മര്യാദകേടാണ്. ലോകത്തിന് മുമ്പിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിന് ഒരു യശസ്സുണ്ടായിരുന്നു, ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു. ലോകത്തിനോട് ഈ കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളെ നിങ്ങൾക്ക് മാതൃകയാക്കാം എന്ന് വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയാമായിരുന്നു. കുറച്ച് നാളുകളായിട്ട് അതിന് പറ്റാതായിരിക്കുന്നു എന്ന സങ്കടം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, കേരളത്തിലേക്ക് അതിഥി തൊഴിലാളിയായി തൻ്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും പ്രായമായ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാൻ വേണ്ടി, പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് ജോലി തേടി നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലേക്ക് വന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം നാരായൺ ഭയ്യാർ എന്ന് പറയുന്നൊരു സഹോദരനെ താൻ ബംഗാളിയല്ലേ, ബംഗാളിയാണോ, തൻ്റെ അച്ഛൻ ബംഗാളിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം നികൃഷ്ടജീവികൾ, മനുഷ്യർ എന്ന് അവരെക്കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ല. 80ഓളം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 80-ൽ ചില്ലാനം പരിക്കുകളാണ്, മാരകമായ പരിക്കുകളാണ്, മുറിവുകളാണ് ശരീരത്തിലേറ്റിട്ടുള്ളത്. തലച്ചോറിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ മനുഷ്യനെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിയൊരു വാക്കായി പോകും. അങ്ങനെ കൊന്ന് കൊലവിളിച്ചിരിക്കുകയാണ്. അതിൽ 4 or 5 BJP പ്രവർത്തകർ അതിൽ പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ സേവനമാണ് നടത്തുന്നത്? എന്ത് രാഷ്ട്രസ്നേഹമാണ് ഇവർക്കുള്ളത്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യക്കാർ ഗൾഫിൽ പോയി, ദുബായിൽ പോയി, സൗദിയിൽ പോയി, അതുപോലെ തന്നെ ജർമ്മനിയിലും ജപ്പാനിലും അമേരിക്കയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നില്ലേ? അവിടുത്തെ ആളുകളൊക്കെ നമ്മളെ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്തുകൊണ്ട് മനുഷ്യന്മാരിങ്ങനെ ചിന്തിക്കുന്നില്ല? നാടും അതിർത്തിയും തലസ്ഥാനവും രാജ്യവുമൊക്കെ ഭേദിച്ചുകൊണ്ട് ഏതായാലും നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. അത് ഇങ്ങനെയാണോ? മറ്റു നാട്ടുകാരെ, അയാളും ഒരു ഇന്ത്യക്കാരനല്ലേ? ഇതൊന്നും ശരിക്കും ആൾക്കൂട്ട കൊലപാതകമല്ല, ഇത് ശരിക്കും വർഗീയമാണ്, വർഗീയതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വർഗത്തിൽ പെടാത്ത ആളുകളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ല എന്ന് പറയുന്ന കാടൻ പ്രാകൃത നിയമം. എടോ നിങ്ങളൊക്കെ മനുഷ്യരാണോടോ? അയാൾ ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയായി ജനിച്ചത് അയാളുടെ കുറ്റമാണോ? അയാൾ കൊണ്ടുവരുന്ന അരിയും പ്രതീക്ഷിച്ച്, അന്നവും പ്രതീക്ഷിച്ചുകൊണ്ട് അയാളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അയാൾ കൊണ്ടുവരുന്ന അന്നം കാത്ത് നിസ്സഹായരായ വയോവൃദ്ധരായ അവരുടെ മാതാപിതാക്കൾ കാത്തിരുന്നിട്ടുണ്ടാകും. വൈകിയായിരിക്കും അവരുടെ മരണവാർത്ത അറിഞ്ഞ് അവർ നെഞ്ച് പൊട്ടി നിലവിളിച്ച ആ കണ്ണുനീരട. ആര് സമാധാനം പറയും നിങ്ങളോടൊക്കെ? നിങ്ങളൊക്കെ മനുഷ്യരാകണോ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു പോവുകയാണ്. എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഭാഷയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്ന? ഒരാൾ ഒരു മതത്തിൽ ജനിച്ചു എന്നത് അയാളുടെ തെറ്റാണോ? ഒരാൾ ഒരു ജാതിയിൽ പിറന്നു വീണെന്നത് അയാളുടെ തെറ്റാണോ? അല്ലെങ്കിൽ തന്നെ അതൊരു തെറ്റാണോ? ഒരാൾ ഇന്ത്യക്കാരനായി, അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ തെറ്റാകുന്നു. അല്ലെങ്കിൽ ഒരാൾ പാകിസ്ഥാനായി എന്നത് നമ്മൾ ഇന്ത്യക്കാരൻ്റെ തെറ്റല്ല, അത് ഇന്ത്യക്കാരൻ തെറ്റായി കാണാൻ പാടില്ല. അയാൾ ആ രാജ്യത്ത് വെച്ചു. പക്ഷേ അയാൾ വർഗീയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഉറപ്പാകുമ്പോൾ മാത്രമാണ് അത് തെറ്റാകുന്നത്. ഒരാൾ ജപ്പാനിലാണ്, അല്ലെങ്കിൽ ഒരാൾ ജർമ്മനിയിലാണ്,
എന്ന് കരുതി ഇന്ത്യക്കാരായ നമ്മൾ എന്തിനാണ് അവരോട് ഒരു ശത്രുത പുലർത്തുന്നത്? അല്ലെങ്കിൽ അവരെ എന്തിനാണ് ഒരു ശത്രുക്കളായി നമ്മളൊരു വെറുപ്പോട് കൂടി കാണുന്നതിൻ്റെ ആവശ്യം എന്താണ്? അവർ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ മാനുഷികമായി എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയോ നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുകയോ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അയാൾ ഭീഷണിയാവുകയോ തീവ്രവാദ വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യാത്തിടത്തോളം കാലം അയാളെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മളും അയാളും എന്താണ് വ്യത്യാസം? അയാൾ ആ രാജ്യത്ത് ജനിച്ചു, അതുകൊണ്ട് ആ രാജ്യക്കാരനായി. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു, അതുകൊണ്ട് ഈ രാജ്യക്കാരനായി. നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ മറ്റൊരു രാഷ്ട്രത്തിലാണ്, മറ്റൊരു സ്ഥലത്താണ് ജനിച്ചതെങ്കിൽ നമുക്ക് ഇന്ത്യക്കാരൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ആ രാജ്യക്കാരനാണ്, ആ രാജ്യത്തായിരിക്കും സ്നേഹിക്കുക. നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത് മറ്റു രാജ്യങ്ങളെ വെറുക്കുക എന്നല്ല, മറ്റു സംസ്ഥാനങ്ങളെ വെറുക്കുക എന്നല്ല. നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി ബഹുമാനിക്കാൻ സ്നേഹിക്കാനും പഠിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയെ പാകിസ്ഥാന് കൊടുക്കണമെന്നല്ല, ഇന്ത്യയെ ജപ്പാനും ജർമ്മനിക്കും കൊടുക്കണമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് ലെവലേഷൻ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മൃഗീയ സ്വഭാവത്തിനും അപ്പുറമുള്ള പൈശാചികമായ ചിന്തകളാൽ ഇവരുടെ മനസ്സൊക്കെ കാട് മൂടിയിരിക്കുകയാണ് എന്നാണ് ഇവർക്കൊക്കെ നേരം വെളുക്കുക. ഏതായാലും ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ കേരളം ഒരിക്കൽ കൂടി ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ്. ആ പാവപ്പെട്ട അയാൾ ഒരു ബംഗാളിയാണെങ്കിൽ അയാളൊരു മുസ്ലിമായിരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഇവർ തല്ലുന്നത്. ഒരു വർഗീയ ചിന്താഗതിയിലായിരിക്കും ഇവർ. കാരണം ബംഗാളിൽ നിന്ന് വരുന്ന കൂടുതൽ ആളുകൾ മുസ്ലിം ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബംഗാളിയാണോ, നിൻ്റെ പിതാവ് ബംഗാളിയാണോ, നിൻ്റെ മാതാവ് ബംഗാളിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളോട് പിന്നെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിയാണെങ്കിൽ കൂടുതൽ മുസ്ലിം ആയിരിക്കും, ആ നിലക്ക് കൊല്ലുകയാണ്. പക്ഷേ ഈ കൊന്നവരറിഞ്ഞില്ല ഇത് പാവം ഛത്തീസ്ഗഡ് സ്വദേശിയാണ്, ബംഗാളിയല്ല, മാത്രമല്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരനെയാണ് കൊന്നത് എന്ന്. എന്തൊരു വിഡ്ഢിത്തമല്ലേ, എന്തൊരു അസംബന്ധമാണ് ഇവർ ചെയ്യുന്നതില്ലേ. ഇവർ ഭാഷ നോക്കിയിട്ട്, വർഗം നോക്കിയിട്ട്, നാട് നോക്കിയിട്ടൊക്കെ കൊല്ലാൻ നടക്കുക. എടാ തെമ്മാടികളെ, നിങ്ങൾക്കൊക്കെ എന്താടാ, നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുണ്ടടാ, നിങ്ങളൊക്കെ മനുഷ്യന്മാരോടാ. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുകയില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ.